ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തേത് ഒരു നോമ്പുതുറ വിശേഷമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുഹറം 10-ൻ്റെ നോമ്പുതുറയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങളുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ സമൂസയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വെള്ളപ്പമാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്, പിന്നെ സമൂസ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ സ്റ്റൂവിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള സവാളയും അതുപോലെ തന്നെ പൊട്ടാറ്റോ ഒക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം സവാളയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് സ്റ്റൂവിലേക്കും അതുപോലെ തന്നെ സമൂസയിലേക്കും നമുക്ക് സവാള ആവശ്യമുണ്ട്. അപ്പം സമൂസ എന്ന് പറയുന്നത് ഉള്ളിലത്തെ ഫില്ലിങ് കുറച്ചൊരു വ്യത്യാസമായിട്ടുള്ള ഒരു സമൂസയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 2 വലിയ സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മസാല പൗഡറുകൾ ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചാണ് ചേർത്തത്. ഉലുവ ആയാലും മതി. പിന്നെ കുറച്ച് വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മസാല പൗഡറുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് പൊട്ടാറ്റോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സവാള അധികം വഴറ്റിയെടുക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് 6 വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഷെയ്യപ്പോൾ അവിടെ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ കറിയിലേക്കും അതുപോലെ തന്നെ തരിക്കഞ്ഞിയിലേക്കൊക്കെ ഉള്ള തേങ്ങാപ്പാൽ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് പൊളിച്ചെടുക്കട്ടെ. നോമ്പാകുമ്പോൾ അടങ്ങിയിരിക്കണം. അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും നോമ്പുണ്ട് കേട്ടോ. അപ്പോൾ ഷെയ്ഫിന് കുറച്ച് സമയമായി കഴിഞ്ഞപ്പോൾ ബോറടിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതായിരുന്നു. നമുക്ക് കറിയിലേക്കും തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ തരിക്കഞ്ഞിലേക്കും ആവശ്യമുണ്ട്. അപ്പോൾ അതിന് രണ്ടിനും വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ എടുത്തു. ഇനി കുറച്ച് തേങ്ങ അരച്ചതും ആവശ്യമുണ്ട്. പൊട്ടാറ്റോയും സവാളയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ 6 വിസിലോളം അടുപ്പിച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കും വേണം. അതിനുശേഷം നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ചിക്കൻ ഒരു 2 വിസിലിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ കുറച്ച് മതി. ഇതിലേക്ക് ഒരു 10-20 കാഷ്യൂവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതവിടെ വെള്ളപ്പൊക്കെ ചുട്ടെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടയിൽ നമുക്ക് സമൂസയിലേക്ക് ആവശ്യമുള്ള ചിക്കൻ ഒന്ന് നേരത്തെ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് വെച്ചതായിരുന്നു. അതൊന്ന് ഷ്രെഡ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് സമൂസയിലേക്ക് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് സോസ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിലേക്ക് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം. അത് കുറച്ച് ചേർത്തിട്ട് നമ്മൾ പുളിക്കനുസരിച്ച് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതെല്ലാം ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും.
ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഷ്രെഡഡ് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് കുറച്ച് സവാള ചോപ്പ് ചെയ്തത്, ഏകദേശം ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കൻ ഷ്രെഡ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മളുടെ സമൂസയുടെ ഫില്ലിംഗ്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് റോൾ ചെയ്തെടുക്കുമ്പോൾ തേക്കാൻ വേണ്ടിയിട്ടുള്ള ഗമ്മ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദപ്പൊടി കുറച്ച് പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഷേസനെയും നദനെയും റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ഉപ്പതാവിടെ ഇളനീർ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷേസയും നദിയും അതുപോലെ തന്നെ ഉമ്മയും കൂടെ സമൂസ ഷീറ്റൊക്കെ റോൾ ചെയ്യുന്നുണ്ട്. ഷേസ അപ്പോൾ ഉമ്മാക്ക് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് സമൂസ ഷീറ്റ് റോൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഒരു പട്ടയുടെ പീസും കുറച്ച് ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കറി ഒഴിച്ചു കൊടുക്കുകയാണ്. കറി ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്, ഇത് ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. കിച്ചണൊക്കെ ആകെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം കറി അധികം തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ സമൂസയിലെ ഫില്ലിങ് ബാക്കിയുള്ളത് വെച്ചിട്ട് ഷേസിനത് സാൻഡ്വിച്ചും കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള സമയമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫുഡൊക്കെ ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ്. കുട്ടികളിങ്ങനെ പ്ലേറ്റൊക്കെ എടുത്ത് വെക്കാനായോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവരും ഒക്കെ കൂടെ കൂടിയിട്ടാണ് ഫുഡൊക്കെ ടേബിളിലേക്ക് എടുത്ത് വെക്കുന്നത്. ഇപ്പോൾ ബാങ്കൊക്കെ കൊടുത്തു, എല്ലാവരും നോമ്പൊക്കെ തുറന്നു. നമുക്കിത് നോമ്പ് തുറക്കാനുള്ള ഗസ്റ്റാണ് കേട്ടോ. ഇത് ഷെൻസുകുട്ടൻ, അസ്കർ ഖാൻ്റെ ബ്രദറിൻ്റെ മോനാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് കാണിച്ചിട്ടുള്ള ചിക്കൻ കുറുമയുടെ റെസിപ്പിയും അതുപോലെ തന്നെ സമൂസയുടെ റെസിപ്പിയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ പിന്നെ പതിവ് പോലെ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഫുഡ് കഴിക്കുക. നോമ്പ് ജസ്റ്റ് പള്ളിയിൽ നിന്ന് തുറന്നിട്ട് പിന്നെ വന്നതിന് ശേഷമാണ് ഫുഡ് കഴിക്കുക. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്നത്. നല്ലോണം പരന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നേ ക്ലീൻ ആക്കാനൊന്നും പറ്റിയിട്ടില്ലേനു.
അപ്പോൾ ഇനി പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.